എടവകപ്പള്ളിയിൽ അച്ഛന്റെ ശുപാർശയിൽ വന്നതാ. ദൈവവേദയാണ്, പാപ്പി എന്ന് പറയും. എറണാകുളത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നു. യഹോവ തന്നെയാണ് മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നേക്കണേ. ആ യഹോവയാണ് കുരിശിൽ കയറിയപ്പോ? അതെ, യഹോവയാണ് കുരിശിൽ കയറിയത്. അതെ. ഒരു മിനിറ്റ്, പിതാവ് തന്നെയാണ് കുരിശിൽ കയറിയപ്പോ? പിതാവല്ല, പിതാവാണ് ഞാൻ പറഞ്ഞോ നബീലെ, പിതാവാണ് ഞാൻ പറഞ്ഞോ. ഇതെന്താണ് ഒരു സംശയം ചോദിച്ചാലേ? അത് എന്നിട്ട് എന്ത് പറ്റി? വാട്ട് ഹാപ്പൻഡ്? അത് പറ. പിതാവ് വേറെ യഹോവ വേറെയാണോ? ഇല്ല, പിതാവും യഹോവ ഒന്നാണ്. ഞങ്ങൾ രണ്ടല്ല, ഒന്നാ. അപ്പൊ പിതാവ് യഹോവ കുരിശിൽ കയറി പറഞ്ഞ പോരെ? അസംബ്ലി പിരിച്ചുവിട്ടു. പിതാവ് യഹോവ ഒന്നാണ്. യഹോവ മൂന്ന്, ഞാൻ പറഞ്ഞ ട്രിനിറ്റി മനസ്സിലാക്കണതിന് മുമ്പ്. നിങ്ങളെ ഒലക്കേൽ ഒരു കോടാങ്കി ശാസ്ത്രം. അപ്പൊ മൂന്ന് യഹോവ ഉണ്ടോ? അപ്പൊ മൂന്ന് യഹോവല്ല, ഒരു യഹോവയേ ഉള്ളൂ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അപ്പൊ ഒരു യഹോവയിൽ ആ യഹോവയിലെ പിതാവായിട്ട് കുരിശിൽ കയറി പറഞ്ഞ പോരെ? ഇല്ല, പിതാവ് വേറെയാണ്. ഫ്ലാഷ് ബാക്ക്. പിതാവ് വേറെ യഹോവ വേറെയാണോ? ഇല്ല, പിതാവും യഹോവ ഒന്നാണ്. യഹോവയിലെ പിതാവായിട്ട് കുരിശിൽ കയറി പറഞ്ഞ പോരെ? ഇല്ല, പിതാവ് വേറെയാണ്. പിതാവ് പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. മൂന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അല്ല, യഹോവ 3 പേരുണ്ട് അപ്പോ? ഇല്ല, ഒരാളുള്ളൂ. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. ആ ഒരാള് പിതാവ് കുരിശിൽ കയറി പറഞ്ഞ പോരെ? അല്ലല്ലോ, പുത്രനല്ല കുരിശിൽ കയറിയത്. സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി സർ. ആണോ? അപ്പൊ യേശു യഹോവ തന്നെയല്ലേ? യേശു യഹോവ തന്നെയാണ്. അല്ല, 3 യഹോവയല്ലേ ഇപ്പോ? 3 യഹോവയില്ല, ഒരു യഹോവയേ ഉള്ളൂ. എന്തൊരിത്, ഇങ്ങനെയുണ്ടൊരിത്, അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. അതെങ്ങനെ ശരിയാവാ? 3 യഹോവ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ 3 ദൈവമാണെന്ന് ബൈബിളിൽ നീ കാണിച്ചു തരാൻ പറ്റുമോ? യഹോവ തന്നെയല്ലേ യേശു? അതെ, അതെ. യഹോവ ഒന്നേ ഉള്ളൂ. യഹോവ തന്നെയാണ് യേശു. അതെ. യഹോവ കുരിശിൽ കയറി പറയാനാണ്. യഹോവ ആരാണ്? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. യഹോവ യേശു ആണല്ലോ. യഹോവ ദൈവമാണ്. യഹോവ ദൈവമാണ്. യഹോവ തന്നെയാണോ യേശു? ദൈവം. അവരെങ്കിലും ഒന്ന് വെറുതെ വിട് പറയുന്നേട്ടാ, അവരെങ്ങനെങ്കിലും ഒന്ന് പിഴച്ചു പോയിക്കോട്ടെ. ഇടയ്ക്ക് യഹോവ എന്ന് പറഞ്ഞാൽ ദൈവമാണ്. യഹോവ ഒരേ ഒരു സത്യദൈവമേ ഉള്ളൂ, അത് യഹോവയാണ്. എന്നാ പിന്നെ നേരത്തെ പറയണ്ടാ. ഈ യഹോവ കുരിശിൽ കയറിയത് യേശു. യേശു അല്ലേ കുരിശിൽ കയറിയത്? അതെ. അപ്പൊ യഹോവ കുരിശിൽ കയറി പറയാൻ പോരേ? എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങോട്ട് പുലിവാല പിടിച്ചിട്ടില്ല. നബീൽ ഞാൻ പഠിപ്പിച്ചരാം. ഞാൻ പറഞ്ഞുതരാം, വെരി സിമ്പിൾ. യഹോവ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നാമം വെളിപ്പെടുത്തിയതാണ്, മോശയ്ക്ക് വെളിപ്പെടുത്തിയതാണ് യഹോവ. ഞാൻ എന്ന് വെച്ചാൽ YHWH എന്ന് വെച്ചാൽ ഹീബ്രുവിൽ ഞാനാകുന്നു. മനസ്സിലായോ? പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? ഈ യഹോവ തന്നെയാണ് പിതാവ്. വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ യഹോവയിൽ 3 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ യഹോവ എന്ന് പറഞ്ഞ ആരാണ്? ദൈവം. ഈ ദൈവത്തിന് 3 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ ദൈവത്തിൽ ഇവര് 3ഉം ദൈവമാണ്. കാരണം ഒന്ന് പോവാണ്ട് അവിടെ നോടാണെങ്കിൽ കേൾക്കാൻ നല്ല രസം. ഒരു ദൈവമേ ഉള്ളൂ, ബൈബിൾ ഒരു ദൈവമേ പറയുന്നുള്ളൂ. എന്തൊക്കെയാണ് വിളിച്ചിരുന്ന് പറയുന്ന? യഹോവ ഒന്നല്ലേ ഉള്ളൂ. ഈ യഹോവയായ ദൈവം തന്നെയാണ്. യഹോവ ഒന്നല്ലേ ഉള്ളൂ. എന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഇവനെ കൂലിപ്പണിക്ക് വിട്ടിട്ടാണെങ്കിലും ഞാൻ എങ്ങനെയാലും ജീവിക്കും. യഹോവയായ ദൈവം തന്നെയാണ് ജഡശരീരം എടുത്ത് മറിയത്തിൽ നിന്ന് ജഡശരീരം സ്വീകരിച്ച് മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് ഞങ്ങൾക്ക് ഈ ലോകം മുഴുവനുള്ള പാവങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. മനസ്സിലായോ? മുഴുവനുള്ള പാവങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. ക്ഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നത് കരുതിയാ മതി. യഹോവ ഒന്നല്ലേ ഉള്ളൂ. ഒന്നേ ഉള്ളൂ. അതെ, യഹോവ തന്നെയല്ലേ യേശു? അതെ. യഹോവ കുരിശിൽ കയറി പറയാവോ? ഇനി ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. ഇല്ല, നമ്മുടെ ദൈവം കുരിശിൽ കയറി, ദൈവം കുരിശിൽ കയറി എന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. എനിക്ക് ഭ്രാന്തോ? എപ്പോ? അല്ല, യഹോവ കുരിശിൽ കയറി പറയാൻ പാടില്ലേ? യഹോവ തന്നെയല്ലേ യേശു? ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നാണ്. യഹോവ തന്റെ പൂർണ്ണ രൂപത്തിലല്ല വന്നേക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ
ഇരിക്കണം ഞാനില്ലേ അത് ഞാനല്ല. ഞാൻ എവിടെയോ ആണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. കൊറേ നേരമായല്ലോ ഒരുമാതിരി ലോജിക്കില്ലാത്ത മണ്ടൻ കഥ. മതി, നിർത്ത്. ഞാനൊന്ന് ഇറങ്ങട്ടെ. ഇരിക്കമ്മാവാ. ഇത്തിരി ധൃതിയുണ്ട്.